രാവിലെയും വൈകുന്നേരവും എത്രയെത്ര പ്രാർത്ഥനകളുണ്ട്. മനുഷ്യന്റെ പെട്ടെന്നുള്ള വിപത്തുകളിൽ നിന്ന് കാവൽ ചോദിച്ചുള്ള പ്രാർത്ഥന. കുന്നോളം കൂടിക്കിടക്കുന്ന മണ്ണിന്റെ കൂമ്പാരങ്ങൾ ഒരു നിമിഷ നേരം കൊണ്ട് ഒലിച്ചിറങ്ങി 7-8 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട് വയനാടിന്റെ മേപ്പാടിയുടെ കള്ളാടിയിൽ നമ്മളിങ്ങനെ ഓരോ വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ സുരക്ഷിതരാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഒരു ബിൽഡിംഗ്, ഒരു വാഹനം, ഒരു ചെറിയ വെള്ളപ്പാച്ചിൽ കൊണ്ട് എത്രയോ പേരുടെ ജീവനുകൾ ഇല്ലാതെയാകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിവുണ്ടാവണം. കളക്ടർ അവധി പ്രഖ്യാപിക്കുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കളിക്കുന്ന രക്ഷിതാക്കളും മക്കളും ഒക്കെ ചിന്തിക്കണം, അതിലെന്തോ ഒരു അപകട സാധ്യത മനസ്സിലാക്കിയിട്ടാണെന്ന ബോധം നമുക്കുണ്ടാവണം, പ്രാർത്ഥനയുണ്ടാവണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, രാവിലെ 3 തവണ ഒരാൾ പ്രാർത്ഥിക്കുക, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. പഠിക്കാത്തവരൊക്കെ കാണാതെ പഠിക്കണം. എന്നും കേട്ടുപോവുക, നല്ല അഭിപ്രായം പറയാ പോരാ, പഠിതാക്കളാവണം. വിശുദ്ധ ഖുർആൻ പഠന ക്ലാസ്സുകളുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുണ്ട്, വിദ്യാർത്ഥികൾക്ക് പഠന ക്ലാസ്സുകളുണ്ട്. നബി തങ്ങൾ പറയാണ്, ഇതൊക്കെ പഠിച്ചാൽ, ഇതൊക്കെ ചൊല്ലിയാൽ, അവൻ രാവിലെ 3 തവണ ഇത് പറഞ്ഞാൽ ഇല്ലാലം യദുറഹു ശൈഉൻ, പെട്ടെന്നുള്ള ദോഷങ്ങൾ അവനെ ബാധിക്കില്ല. അതൊരു അല്ലാഹു തആല വെച്ചൊരു സബബാണ്. വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ് നമ്മള്. പലതരം വാഹനമുണ്ട് നമ്മുടെ കയ്യില്. ഏത് വാഹനത്തിന്റെയും ബേസിക് മര്യാദയാണ് ബിസ്മില്ലാ. കേറുമ്പോ ബിസ്മില്ലാ.